അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നോമ്പ് കാലത്തെ അത്താഴത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. തസഹറു ഫഇന്ന ഫീ സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹം. ചില ആളുകൾ തറാവീഹ് നമസ്കാരം മറ്റും ദീർഘമായി നമസ്കരിച്ചതിനു ശേഷം ക്ഷീണത്തോടു കൂടി കിടന്നുറങ്ങി ഫജർ ബാങ്കിന് ശേഷം എണീക്കുന്ന അവസ്ഥയുണ്ട്. അവർ പലപ്പോഴും അത്താഴം കഴിക്കാറില്ല. ചിലർ കരുതുന്നത് അത്താഴം കഴിച്ചില്ലെങ്കിലും എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കതിന്റെ ആവശ്യമില്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബി അകലത്തുസ് സഹർ. നമ്മളുടെയും അതുപോലെ തന്നെ അഹ്ലു കിതാബുകാരുടെയും നോമ്പ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അത്താഴം കഴിക്കലാണ്. അപ്പോൾ അത്താഴം എന്നത് ശക്തമായ ഒരു സുന്നത്താണ്. ഇനി വളരെയധികം തിരക്കുള്ള ആളുകളാണ് എന്ന് വിചാരിക്കുക. ചിലർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വയറിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ആളും നമ്മുടെ ചുറ്റുവട്ടത്തും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതും ഹദീസുകളിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ഇതിനുള്ള പരിഹാരമായി ലഭിക്കുന്നു. അസ്സുഹൂറു കുല്ലുഹു ബറക വലാ തദഊഹു വലൗ അൻ യജറഅ അഹദുകും ജുർഅതൻ മിമ്മ. അത്താഴം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അനുഗ്രഹമാണ്. അതിനാൽ നിങ്ങൾ ഒരു കവിൾ വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംർ, അഥവാ വിശ്വാസിയുടെ അത്താഴത്തിൽ ഏറ്റവും മികച്ചത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം നമ്മൾ പലപ്പോഴും നോമ്പ് തുറക്കാണ് ശ്രേഷ്ഠത കൽപ്പിക്കാറ്. പക്ഷെ അത്താഴത്തിനും ഈത്തപ്പഴത്തിന് ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഏതാനും ഈത്തപ്പഴം കഴിച്ചാൽ തന്നെ നമ്മുടെ അത്താഴം എന്ന സുന്നത്ത് പൂർത്തിയാകുന്നതാണ്. ഇത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.